മൈക്ക കേൾക്കുന്നില്ലേ? മൈക്ക് വേണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? മൈക്ക് വെച്ചിട്ടില്ല. മലയാളമാണ്. മലയാളം ഇന്നത്തെ വന്ദേഹം സ്വീകരോ സ്വീകരമാതം സ്വീകരോ ശ്രീരൂപം സംഗ്രജാതം സർവേദം സർവഭൂതം പരിജനം ദേവം ശ്രീരാധാം ഹേ കൃഷ്ണ കരുണ സിന്ധോ ദീനബന്ധോ ജഗത്പതി ഗോപേശ ഗോപികാന്ത രാധാകാന്ത കാഞ്ചൻ ഗൗരം ശ്രീരാധേ കൃഷ്ണേശ്വരി വിശ്വാൻദേവി പ്രണമാമി പഞ്ചാകൽപതരോപസ്യ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. വിശ്വപാദായ സമയത്തായ കൂന്തലേ ശ്രീമതേ ജപതാര സംരക്ഷാം ജപതായ നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ചർച്ച ചെയ്യാൻ പോകുന്നത് 15-ാം അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകം. ഓക്കെ, പുരുഷോത്തമ യോഗത്തിലുള്ള ശ്ലോകമാണ്. പുരുഷോത്തമ യോഗം 15-ാമത്തെ അധ്യായം 18-ാമത്തെ ശ്ലോകം. യത്മാശരമതീതോഹം ശരാധാമതിശേഷോത്തമാ അദോസ്മി ലോകേ വേദുഷ പ്രതിത പുരുഷോത്തമാ. യസ്മാശരമതീതോഹം ശരാധാവിശോത്തമാ അദോസ്മി ലോകേ വേദുഷ പ്രതിത പുരുഷോത്തമാ. യസ്മാശരമതീതോഹം ശരാധാവിശോത്തമാ അദോസ്മി ലോകേ വേദുഷ പ്രതിത പുരുഷോത്തമാ. അപ്പൊ ഞാൻ വേണ്ടായിട്ട് പറഞ്ഞുതരാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ. യസ്മാ ശരമതീതോ ശരതാഭിചോത്തമാഃ അദോസ്മി ലോകേ വേദേ ച പ്രതിത പുരുഷോത്തമാ. യസ്മാത് ശരമതീതോഹം അക്ഷരാദവിചോത്തമാ അദോസ്മി ലോകേ വേദേ ച പ്രതിത പുരുഷോത്തമാ. യസ്മാശരമതീതോഹം അക്ഷരാദവിചോത്തമാ അദോസ്മി ലോകേ വേദേ ച പ്രതിത പുരുഷോത്തമാ. യസ്മാ യാതൊന്ന് ഹേതുവായിട്ട് അഹം ഞാൻ ശരം ശരത്തെ ശരകരമായ ജീവാത്മാക്കൾക്ക് അതീതനാകുന്നു അക്ഷരാദവി അക്ഷരനേക്കാളും അതായത് അനശ്വരനായവനേക്കാളും ഉത്തമ
ഉത്തമനാകുന്നു. അതാ അതുകൊണ്ട് ലോകത്തിലും വേദേശ വേദത്തിലും പുരുഷോത്തമാശ പുരുഷോത്തമൻ എന്ന് ഞാൻ പ്രസിദ്ധനാണ്. ശ്ലോകം ആരംഭിച്ചാലാണ് അക്ഷരാദവിചോത്തമാ ദോസ്മി ലോകേ വേദേജ പ്രതിന പുരുഷോത്തമാ യസ്മാശ്രമദീതോഹം അക്ഷരാദവിചോത്തമാ ദോസ്മി ലോകേ വേദേജ പ്രതിന പുരുഷോത്തമാ യസ്മാശ്രമദീതോഹം അക്ഷരാദവിചോത്തമാ ദോസ്മി ലോകേ വേദേജ പ്രതിന പുരുഷോത്തമാ വിശോത്തമാ ദോസ്മി ലോകേ വേദേജ പ്രതിന പുരുഷോത്തമാ. ഞാൻ വിളിക്കുന്നു വിവർത്തം. ഞാൻ ഇന്ദ്രിയാതീതനും ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനും സർവശേഷനുമായതുകൊണ്ട് ശ്ലോകനും വേദങ്ങളും എന്നെ പുരുഷോത്തമനെന്ന് പുകഴ്ത്തുന്നു. പരമപുരുഷോത്തമനായ ശ്രീകൃഷ്ണനെ അതിശയിക്കാൻ ഗതജീവാത്മാവട്ടെ മുക്തനാകട്ടെ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പുരുഷോത്തമൻ എന്ന് പറയപ്പെടുന്നു. ജീവാത്മാക്കളും ഭഗവാനും വ്യക്തികളാണെന്ന് ഇവിടെ സ്പഷ്ടമാക്കുന്നുണ്ട്. ജീവാത്മാക്കൾക്ക് ബദ്ധാവസ്ഥയിലായാലും മുക്താവസ്ഥയിലായാലും അതീന്ദ്രിയങ്ങളായ ഭഗവാന്റെ ശക്തികളെ അവയുടെ പരിമാണത്തിൽ അതിശയിക്കാനാവില്ലെന്നത് മാത്രമാണ് വ്യത്യാസം. ഭഗവാനോട് എല്ലാ പ്രകാരവും സമശീർഷരാണ് ജീവാത്മാക്കൾ എന്ന ധാരണ തെറ്റ് തന്നെ. അവരുടെ വ്യക്തിത്വങ്ങൾക്ക് ഉത്തമാധമ ഭേദം എന്നുണ്ടായിരിക്കും. ഉത്തമ എന്ന പദം അന്വർത്ഥമാണ്. ഇവിടെ ഭഗവാനെ ചോദി നിൽക്കാൻ ആർക്കും സാധ്യമല്ല. ഇവിടെ ലോക എന്ന പദം പൗരുഷയുഗത്തിൽ സ്മൃതി ഗ്രന്ഥങ്ങൾ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ലോക്യതയെ വേദാർത്ഥോനേന വേദങ്ങളുടെ ഉദ്ദേശം സ്മൃതി ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നു എന്ന് നിരുക്തം. സ്ഥാനീയ പരമാത്മാവായ ഭഗവാനെ കുറിച്ച് വേദങ്ങളിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ചന്തോക്യോപനിഷത്ത് പറയുന്നു, യേശസം പ്രസാദോ സ്മച്ചാരി സമുത്തായ പരം ജ്യോതിരൂപം സംഖ്യാതസേന രൂപേണ വിനിഷ്ടപത്യതേ സ ഉത്തമ. പുരുഷ ശരീരം വിട്ടുവരുന്ന പരമാത്മാവ് വ്യക്തിശൂന്യ ബ്രഹ്മജ്യോതിസിൽ പ്രവേശിക്കുന്നു. എന്നിട്ട് സ്വന്തം രൂപത്തോടെ ആധ്യാത്മിക തലത്തിൽ വാഴുന്നു. പരമപുരുഷൻ എന്നറിയപ്പെടുന്ന പരമപുരുഷൻ ആത്യന്തികമായ തന്റെ ആധ്യാത്മിക ജ്യോതിസിനെ വെളിപ്പെടുത്തുകയും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. ആ പരമപുരുഷന് പരമാത്മാവെന്ന നിലയിലും ഒരു മൂർത്തിഭാവമുണ്ട്. പരാശര മുനിയുടെയും സത്യവ്രത മുനിയുടെയും മകനായി ജനിച്ച അദ്ദേഹം വ്യാസൻ എന്ന പേരിൽ വേദങ്ങളെ വിശദീകരിച്ചു. ഹരേ കൃഷ്ണ. ഇവിടെ നമ്മള് ഒരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാല് ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥത്തില് ജ്ഞാനം എന്ന് പറയുന്നത്. യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞാല് ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ആരാണോ എത്തപ്പെടുന്നത് ആ വ്യക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം സിദ്ധിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് അല്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. കുറച്ച് അറിവ് മാത്രം വെച്ചുകൊണ്ട് ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് പല ദിക്കിലും പല പ്രബന്ധങ്ങളിലും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും ചെയ്തുകൊണ്ട് അവര് ആയിരക്കണക്കിന് വർഷങ്ങള് എന്തെല്ലാം ചെയ്തു കൂട്ടിയാലും അവർക്കൊന്നും ആർക്കൊന്നും ഈ ഭഗവാനെ യഥാർത്ഥത്തിൽ മനസ്സിലാവില്ല. ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു ഗുരു അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഉള്ള ആ രീതിയിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥ ഭഗവാൻ
ഇപ്പൊ നമുക്കൊക്കെ അറിയാതെ ഒരുപാട് ദേവീദേവന്മാരൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ അവരെല്ലാവരും ഭഗവാന്റെ വിഭിന്നമായിട്ടുള്ള അംശങ്ങളാണ്, ഭഗവാന്റെ ശക്തികളാണ്. പക്ഷെ അവരെ എല്ലാം ധ്യാനിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മാറിപ്പോകും. പരമദിവ്യാത്മ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ആരാണെന്ന് തത്വത്തില് വെറുതെ നമ്മളിപ്പോ എന്റെ ചെറുപ്പകാലത്തില് കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറഞ്ഞു തരാൻ അച്ഛനോ അമ്മയ്ക്ക് അതിനുള്ള അറിവോ അതുപോലെയുള്ള ജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് എല്ലാ അമ്പലങ്ങളിലും കൊണ്ടുപോകും, നമ്മൾ അവിടെ തൊഴും പ്രാർത്ഥിക്കും. പക്ഷെ തത്വത്തില് ഭഗവാൻ ആരാണെന്ന് യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ അതൊരു യഥാർത്ഥ ഒരു ഗുരുവിലൂടെ മാത്രമേ സാധിക്കുള്ളൂ, അല്ലെ? ഇന്നത്തെ കാലത്ത് ഒരു ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള വിഷയമാണ്. അപ്പൊ യഥാർത്ഥ ജ്ഞാനം യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഇങ്ങനെ തത്വത്തിൽ മനസ്സിലാക്കും. വേദശാസ്ത്ര പ്രമാണങ്ങളിലൂടെ ഭഗവാനെ മനസ്സിലാക്കണം. ആരാണ് ഭഗവാൻ? ശ്രീകൃഷ്ണ ഭഗവാൻ ആരാണ്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പരമ ദിവ്യത്വ പുരുഷൻ എന്ന് പറയുന്നത്? മനസ്സിലായില്ലേ? അപ്പോ എല്ലാ അർത്ഥത്തിലും, അതായത് ഭഗവാന് ഷഡൈശ്വര്യങ്ങളുണ്ട്. ഐശ്വര്യസ്യ വീരസ്യ യശസ്സ ശ്രീയ ജ്ഞാന വൈരാഗ്യ എന്ന് പറയുന്ന രീതിയിൽ 6 ഷഡൈശ്വര്യങ്ങൾ പൂർണ്ണമായിട്ടും, അതായത് 100%. ഇപ്പോ ഞാൻ വായിച്ചതായിട്ട് ഓർമ്മയുള്ളത്, എല്ലാ ദേവീദേവന്മാർക്കും ഓരോരോ പെർസെന്റേജ് ഉണ്ട്. വിഷ്ണുവിന് 96 ആണെന്ന് തോന്നുന്നു, ശിവന് 84 അങ്ങനെ ഒരു പെർസെന്റേജ് ഉണ്ട്. അപ്പൊ ഈ 6 ഐശ്വര്യങ്ങള് 100% അടങ്ങിയിട്ടുള്ള 100% ഉള്ള ഒരു ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പരമ ദിവ്യത്വ പുരുഷൻ എന്ന് പറയപ്പെടുന്നത്. ബാക്കിയെല്ലാം കുറച്ച് ഇപ്പൊ നമ്മളിലുണ്ട്. ഇപ്പൊ ഷഡൈശ്വര്യങ്ങൾ നമ്മൾക്കുണ്ട്. പക്ഷെ നമ്മളിലേക്ക് എന്ന് പറഞ്ഞാൽ കണ്ണ് മാത്രം. ഇപ്പൊ ഒരു കടലിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തില് ഈ പറയുന്ന കടലിൻ്റെതായിട്ട് എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും പക്ഷെ അതിനകത്തുള്ള പെർസെന്റേജ് കുറവാണ്, അല്ലെ? നമ്മള് ചെറിയ രീതിയിലുള്ള അംശങ്ങളെ നമുക്ക് ആ ക്വാളിറ്റിയിലുള്ളൂ. അതുപോലെ നമ്മളിൽ എല്ലാവരിലും ഗുണങ്ങളുണ്ട്. പക്ഷെ ആ ഗുണങ്ങളുടെ ക്വാണ്ടിറ്റിയിലാണ്. ക്വാളിറ്റി ആണ് സെയിം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ക്വാണ്ടിറ്റിയിലുള്ള വ്യത്യാസമാണ് നമ്മളൊക്കെ ഈ രീതിയിൽ ഒക്കെ മാറുന്നത്. അതുപോലെ ഓരോ ദേവീദേവന്മാർക്കും അവരുടേതായ രീതിയിലുള്ള പെർസെന്റേജുകളാണ് ഉള്ളത്. അല്ലാതെ 100% 100% ഭഗവാനില് ഉള്ള ആ ഒരു പെർസെന്റേജ് എല്ലാം മറ്റുള്ള ആൾക്കാർക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ മുക്താവസ്ഥയിലായിരുന്നു. അപ്പൊ ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഞാനും ഒരു ആത്മാവാണ്, മറ്റൊരു ആത്മാക്കൾ തന്നെയാണ്, വ്യത്യസ്തമായിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ അവരുടെ എന്താണ്, മുക്താവസ്ഥയിലായാൽ പോലും ഭഗവാന്റെ ഭഗവാനേക്കാൾ മുകളിലേക്ക് വരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ തത്വത്തിൽ മനസ്സിലാക്കുക, വേദശാസ്ത്ര വിധിപ്രകാരം തന്നെ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ അമ്പലത്തിൽ പോകുന്ന, ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ പോകുന്ന എല്ലാ ദേവീദേവന്മാരെയും കൊണ്ടൊരു അമ്പലം എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് അങ്ങനെ പോയതെന്നാണ് 48 അല്ലെങ്കിൽ 42 വയസ്സ് വരെ ഞാൻ ആ ഒരു കണ്ടീഷനിലായിരുന്നു. എന്നാണ് സ്കൂളിൽ വന്നത്. അതിനുശേഷമാണ് കൃഷ്ണൻ ആരാണെന്ന് കുറച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അന്ന് ജന്മാഷ്ടമി നാളിൽ മാത്രമേ ഈ ശോഭായാത്ര രീതിയിലൊക്കെ വരുമ്പോൾ മാത്രമേ കൃഷ്ണനെ പുറത്തേക്ക് കുട്ടികളൊക്കെ ആയിട്ട് വേഷം എല്ലാം മാറി ഇങ്ങനെ നമ്മൾ ഒരു രീതിയിൽ കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ വേദശാസ്ത്ര വിധിപ്രകാരം നമ്മൾ കൃഷ്ണനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാകുന്നത്, അല്ലേ? അപ്പൊ ഒരുപാട് ദേവീദേവന്മാരുണ്ട്. ഓരോ ദേവീദേവന്മാർക്കും ഓരോരുത്തരുടേതായ കഴിവുകളുള്ളത്. ഇപ്പൊ ലക്ഷ്മി ദേവി ആണെങ്കിൽ നമുക്ക് ധനം തരും, അല്ലെ? പിന്നെ സരസ്വതി ദേവി ആണെങ്കിൽ നമ്മൾക്ക് എന്ത് തരും? വിദ്യ തരും. അങ്ങനെ ഓരോ ദേവീദേവന്മാർക്കും ചില പ്രത്യേക വിഭിന്ന. ഇപ്പൊ പ്രധാനമന്ത്രി ഒരുപാട് ദേവീദേവന്മാരെ ഒരുപാട് മന്ത്രിമാരെ വച്ചിട്ടുണ്ടല്ലോ. ഓരോരുത്തർക്കും പ്രത്യേക വിദ്യയൊക്കെ, മന്ത്രി ജലവിഭവ വകുപ്പ് മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി, എക്സൈസ് മന്ത്രി എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഭഗവാന്റെ ഈ ഇവിടുത്തെ കാര്യങ്ങൾ നടത്തി പോകുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഓരോരോ ദേവീദേവന്മാരാണ് ഇവരുണ്ടാകും. അപ്പൊ അതൊക്കെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ ഭരിച്ചുകൊണ്ട് നടന്നാൽ നമ്മൾക്ക് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. എന്താണ് മുകുന്ദ എന്ന് പറയുന്നത്? മുകുന്ദൻ എന്ന് പറഞ്ഞാൽ മുകുന്ദന് മുക്തി നൽകുന്ന ആൾ, അല്ലെ? അപ്പൊ ആ മുക്തി അല്ലെങ്കിൽ മോക്ഷഗതിയിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് തരുന്നത് ആ ഭഗവാന് മാത്രം അതിനുള്ള ആർജം, അതിനുള്ള ആ ഒരു പവർ ഉള്ളൂ, അല്ലെ? അപ്പോ മുക്തി തരാനായിട്ട് വേറെ മുക്തി അല്ല. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ആക്ച്വലി എല്ലാവരും പറയുന്നുണ്ട് ശബരിമല സീസണിൽ എല്ലാവരും ശബരിമലയ്ക്ക് പോകുമ്പോൾ എന്താ പറയും? കെട്ടി ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമേറ്റ് ഭഗവാനെ കണ്ടാൽ എന്ത് കിട്ടും എന്ന് പറയുന്നു? മോക്ഷം കിട്ടുന്നു. എന്താണ് മോക്ഷം? അത് ഞാൻ അങ്ങോട്ട് വരാം. അതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ജ്ഞാനം, അതായത് 100% ഭഗവാനാണ് യഥാർത്ഥ ദിവ്യോത്ത പുരുഷൻ. ശ്രീകൃഷ്ണ ഭഗവാനാണ് യഥാർത്ഥ
ദിവ്യോത്തമ പുരുഷൻ, പരമ ദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണനാണ് എന്നുള്ള ജ്ഞാനം നമ്മൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഗുരുവിനെ നമ്മൾ കണ്ടെത്തി. യഥാർത്ഥ ഗുരു, അതായത് ഇപ്പൊ ഗുരുക്കന്മാരെ നെല്ലും പതിനും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കലിയുഗമാണ് അല്ലെ? ഇപ്പൊ 4-ാമത്തെ അധ്യായത്തില് 32-ാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട് ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കേണ്ട കാര്യം. യഥാർത്ഥ ആധ്യാത്മിക ഗുരുവിനെ നമ്മൾക്ക് കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലെയുള്ള ശ്രീകൃഷ്ണ ഭഗവാനുള്ള തത്വത്തിലുള്ള അല്ലെങ്കിൽ വേദശാസ്ത്ര വിധിപ്രകാരം ഒരു ജ്ഞാനം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അത് ഭഗവത്ഗീതയിൽ 4-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട്. നമ്മളിപ്പോ എന്തിനാണ് ഈ ശ്ലോകം കോട്ടയെന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ എന്റേതായ ബുദ്ധിയിൽ എന്റെ തലയിൽ ഉദിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അത് ആധ്യാത്മികമാകും. ഇപ്പൊ എല്ലാത്തിനും ഒരു പ്രമാണം വേണം അല്ലെ? എന്താണ് പ്രമാണം എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് അതായത് ഒരു ടൂ വീലർ ഉണ്ടെങ്കിൽ ഈ ടൂ വീലർ നമ്മുടെ നാട്ടിലേക്കാനുള്ള പ്രമാണം എന്താണ്? RC ബുക്ക്. ഇപ്പൊ വീട് നമ്മുടെ നാട്ടിലേക്കാനുള്ള പ്രമാണം ആധാർ അല്ലെ? അതുപോലെ ആധ്യാത്മിക വിഷയങ്ങളിലും ഒരു പ്രമാണം നമുക്ക് ആവശ്യമുണ്ട്. പ്രമാണം ഇല്ലാത്തതൊന്നും നമ്മൾ എടുക്കരുത്. നമ്മൾ പല പല സ്ഥലങ്ങളിലും പല പല അമ്പലങ്ങളിലും പല സ്ഥലത്തും പോയിട്ട് പല പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊക്കെ പ്രമാണം ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ? ആ ആള് പറയുന്നത് ഇത് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഭഗവത്ഗീതയിലാണോ, ഭാഗവതത്തിലാണോ, അല്ലെങ്കിൽ പുരാണങ്ങളിലാണോ, ഉപനിഷത്തുകളിലാണോ, എവിടെയാണോ എഴുതി വെച്ചിട്ട് ആ ശ്ലോകം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടിൽ പോയി റെഫർ ചെയ്യാനുള്ള സാധ്യത അതൊന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ആർക്കും പറഞ്ഞു തരേണ്ടാവില്ല, അറിയില്ല. അവരവരുടെ തലയിൽ ഒഴിച്ച കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ആ തലയിൽ ഒഴിച്ച പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പ്രമാണമായിട്ട് എടുക്കാൻ പറ്റുമോ? പ്രമാണമായിട്ട് എടുക്കണമെങ്കിൽ ഭഗവത്ഗീതയിലെ പ്രമാണമാണ് ഭഗവത്ഗീതയിലുള്ളത് എടുക്കാം, ഭാഗവതത്തിലുള്ളത് പ്രമാണമാണ് ഭാഗവതത്തിലുള്ളത് എടുക്കാം. 18 പുരാണങ്ങളുണ്ട്, 108 ഉപനിഷത്തുകളുണ്ട്. അങ്ങനെ ആ പ്രമാണ സഹിതമുള്ള ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയത് മാത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഇതിലേക്ക് കേട്ട് ഇതിലേക്ക് അറിയുക. കഴിയുന്നത് അങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ പോയി കേൾക്കാതിരിക്കുക. അതിനെ പറ്റിയിട്ട് പത്മപുരാണത്തിന്റെ ഒരു ശ്ലോകം പറയുന്നുണ്ട്. അവൈഷ്ണവ മുഖോത്രീണം ഭൂതം ഹരികഥാമൃതം ശ്രവണം നൈവ കർത്തവ്യം തത്വോച്ചിഷ്ടം പയോധം. എന്താണത്? അവൈഷ്ണവ, അതായത് വൈഷ്ണവരല്ലാത്ത, അവൈഷ്ണവ മുഖോത്രീണം ഭൂത ഹരികഥാമൃതം, അതായത് ഹരി എന്നാണ് കൃഷ്ണൻ. കൃഷ്ണന്റെ അമൃതതുല്യമായ കഥകളാണ് പറയുന്നതെങ്കിൽ കൂടി അത് കേൾക്കാൻ പാടില്ലാന്നാണ് പത്മപുരാണം പറയുന്നത്. മനസ്സിലായില്ല? അപ്പൊ നമ്മള് ഇങ്ങനെ വേർതിരിച്ചറിയണം. നെല്ലും പറയുന്നത് എങ്ങനെ വേർതിരിച്ചറിയാന്നാണ് ശ്ലോകത്തിൽ. നമ്മൾ അരിക്കുന്നതിന അതിനകത്ത് ആ ധാന്യത്തെ മുഴുവനോടുള്ള ധാന്യത്തെ നമുക്ക് കിട്ടുകയും അതിനകത്തുള്ള പൊടിപടലങ്ങൾ മാറ്റാനാണ് അരിപ്പ ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള അരിപ്പ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യത്തിൽ വസ്തുനിഷ്ഠമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായിരുന്നു. അപ്പൊ ആരെന്ത് പറഞ്ഞാലും അത് അതേപടി വിളിക്കേണ്ട കാര്യമില്ല. ആ പറയുന്ന കാര്യം അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കുക, എത്രാമത്തെ അധ്യായത്തിൽ എത്രാമത്തെ ശ്ലോകത്തിലാണ് ഇത് കാര്യം പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വീട്ടിൽ പോയി റെഫർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ പ്രമാണ സഹിതം മനസ്സിലാക്കുക. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞതെന്ന് വെച്ചാല് 4-ാമത്തെ അധ്യായത്തില് 32-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നുണ്ട് ആധ്യാത്മിക ഗുരുവിനെ നമുക്ക് എടുക്കേണ്ട കാര്യം പറയുന്നത്. നമുക്കൊരു ആധ്യാത്മിക ഗുരു വേണം. അപ്പൊ അത് ഭഗവാൻ കൃഷ്ണന് ഗുരുവുണ്ടായിരുന്നു, ശ്രീരാമന് ഗുരുവുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ നമ്മൾക്കും ഒരു ഗുരു ആവശ്യമാണ്. എന്ത് പഠിക്കണമെങ്കിലും, ഇപ്പൊ തയ്യൽ പഠിക്കണമെങ്കിൽ ഗുരു വേണ്ടേ, ഡ്രൈവിംഗ് പഠിക്കണമെങ്കിലും ഗുരു വേണ്ടേ? അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ഗുരു വേണം. നല്ല ഗുരുവാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പഠിക്കും. ചീത്ത ഗുരു അല്ലെങ്കിൽ അത്രയ്ക്ക് പ്രാവീണ്യമില്ലാത്ത ഗുരുവാണെങ്കിൽ നമ്മൾ വഴിവഴിച്ചു പോകും അല്ലെ? അപ്പൊ നമുക്ക് യഥാർത്ഥ ഗുരുവിനെയാണ് നമുക്ക് കിട്ടേണ്ടത്. എങ്ങനെയാണ് യഥാർത്ഥ ഗുരുവിനെ തിരഞ്ഞെടുക്കുക? നമ്മുടെ ലക്ഷ്യം പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് അല്ലെ? അപ്പൊ അതിന് നമ്മൾ ശാസ്ത്ര പ്രമാണത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വെച്ചിട്ട് വേണം അത് നമ്മൾ അനലൈസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഈ ഗുരുവിനെ വേണമെന്ന് 4-ാമത്തെ അധ്യായത്തില് തദ്വിധി പ്രണിപാതേന പരിപ്രശ്ന സേവയ ഉപദേശിച്ചാണ് ഞാൻ തത്വസുദർശനാണ് ഭഗവത്ഗീതയിൽ ശ്ലോകമുണ്ട്. 4-ാമത്തെ അധ്യായത്തില് 32-ാമത്തെ. ഞാൻ പ്രമാണം പറയുന്നത് വെച്ചാല് നിങ്ങൾക്കത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഗുരുവിനെ നമ്മൾക്ക് വേണമെന്ന് ഭഗവാൻ പറയുന്നുണ്ട് 4:32. പക്ഷെ എങ്ങനെ ഈ ഗുരുവിനെ നമ്മൾ യഥാർത്ഥ ഗുരുവിനെ എങ്ങനെ തെരഞ്ഞെടുക്കും? ആരാണ് ഗുരു എന്ന് എങ്ങനെ മനസ്സിലാക്കും? അപ്പൊ അതിന് ഭഗവത്ഗീതയില് 4-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഏവം പരമ്പരാപ്രാപ്തം രാജശ്യോ വിധു എന്നുള്ള ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഒരു ഗുരു ശിഷ്യ പരമ്പര വേണമെന്നുള്ളത്. അപ്പൊ ഈ പരമ്പര എന്ന് പറയുമ്പോൾ നമുക്ക് ആധ്യാത്മികമായിട്ട് 4 ഗുരുശിഷ്യ പരമ്പരകളാണ് ഉള്ളത്. വൈഷ്ണവ പരമ്പരകൾ 4 ഓതറൈസ്ഡ്. അതിനെ പറ്റിയിട്ട് പത്മപുരാണത്തിൽ ശ്ലോകമുണ്ട്. ആ ശ്ലോകം വെച്ചിട്ട് വേണം നമ്മൾ ഗുരുവിനെ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഗുരു ചിലപ്പോ ഈ പരമ്പരയിൽ ഇല്ലാത്ത ആള്, യഥാർത്ഥ പരമ്പരയിൽ ഉണ്ടാകുന്ന ആളല്ല എങ്കിൽ നമ്മളെ വഴി തെറ്റിപ്പോകും അല്ലെ?
അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗുരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, വളരെയധികം കെയർഫുൾ ആവുക, ക്യൂരിയോസിറ്റി അല്ല ക്യൂരിയസ് ആവുക, നമ്മൾ എപ്പോഴും ജിജ്ഞാസമായിരിക്കരുത് കറക്റ്റ് ആണോ ശരിയാണോ എന്നുള്ള കാര്യം. അപ്പൊ അതിന് ഈ പറഞ്ഞ അരിപ്പ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശ്ലോകം പറയുന്നത്. പത്മപുരാണത്തിലുള്ള ശ്ലോകം ഉണ്ട്, സമ്പ്രദായ വിഹീനായ മന്ത്രാസ്യ നിഷ്ഫലാമത് അല പൗല ഭവിഷ്യത്തി സത്വര സമ്പ്രദായന ബ്രഹ്മരുദ്ര ക്ഷണക വൈഷ്ണവ സ്ഥിതി പാവനാന്ന് ശ്ലോകം ഉണ്ട്. ആ ശ്ലോകത്തില് 4 ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗുരു ശിഷ്യ പരമ്പരയെ പറ്റി പറയുന്നുണ്ട്. ഓതറൈസ്ഡ് പരമ്പര. പിന്നെ ആ പരമ്പരയിലുള്ള ആചാര്യന്മാരുടെ പേരും ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആ ശ്ലോകം കംപ്ലീറ്റ് എടുത്തു നോക്കി കഴിഞ്ഞാൽ 4 ഗുരുശിഷ്യ പരമ്പരയുടെ പേരുണ്ട്, 4 ആ പരമ്പരയിലുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ആചാര്യന്മാരുടെ പേരുണ്ട്. ഏതൊക്കെയാണ് 4 പരമ്പര എന്ന് പറയുന്നത്? സമ്പ്രദായ വിജ്ഞാന മദ്രാസ നിഷ്ഫലം, സമ്പ്രദായ ചത്വര സമ്പ്രദായ ശ്രീ ബ്രഹ്മ രുദ്ര സനക വൈഷ്ണവ സ്ഥിതി പവന ചത്വരസ് പുരുഷോത്തമ ശ്രീ രാമാനുജം ശ്രീചക്ര മാധവാചാര്യ ചതുർമുഖ ശ്രീ രുദ്ര നിമ്പാദിത്യം തത്സ്മ. അതാണ് ശ്ലോകം. ആ ശ്ലോകത്തില് 4 ഗുരു സമ്പ്രദായം പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ശ്രീ സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, കുമാര സമ്പ്രദായം, ബ്രഹ്മ സമ്പ്രദായം. നമ്മള് ഇപ്പൊ അറിഞ്ഞോ അറിയാതെയോ നമ്മള് എങ്ങനെയോ നമ്മൾ ഇവിടെ പെട്ടു. ഞാൻ ഇതൊന്നും അറിയാതെ, ഈ സമ്പ്രദായം ഇതൊന്നും അറിയാതെ ഞാൻ ഇസ്ലാമിൽ വന്ന് പെട്ടു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായത്. അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയോ ഭഗവാന്റെ നിശ്ചയപ്രകാരം നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് ഓതറൈസ്ഡ് ആയിട്ടുള്ള 4 ഓതറൈസ്ഡ് സമ്പ്രദായത്തിലുള്ള ബ്രഹ്മ സമ്പ്രദായത്തിനുള്ളിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബ്രഹ്മസമ്പ്രദായം അല്ലെ? ആ ബ്രഹ്മസമ്പ്രദായത്തിലെ ആചാര്യനാണ് മാധവാചാര്യർ. അപ്പൊ ആ മാധവാചാര്യ സമ്പ്രദായത്തിലാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ഓതറൈസ്ഡ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കുറേശ്ശെ പിച്ചവെച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ, ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഗുരുവിനെ കിട്ടുകയും ആ ഗുരുവിലൂടെ നമുക്ക് ദേശീയവും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് മുന്നോട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പരമ്പരയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നമ്മൾ പോയാൽ നമുക്ക് ആധ്യാത്മിക പുരോഗതിയും അതുപോലെ പരമദിവ്യാത്വ പുരുഷനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്നുള്ള ജ്ഞാനവും നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ 100% നോളജിലേക്ക് എത്തും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ മോക്ഷത്തിലേക്ക് വരാം. ഓരോ ദേവീദേവന്മാർക്കും ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവരോരാണ് അതിന്റെ അധികാരികൾ. ഇപ്പോ സരസ്വതി ദേവിയുടെ അടുത്ത് പോയിട്ട് ധനം ചോദിച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ ധനം വേണ്ടടുത്ത് ഇവിടെ തിരിച്ചും പോയി ചോദിച്ചാൽ അതും കിട്ടത്തില്ല അല്ലെ? അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഡിപ്പാർട്ട്മെന്റ് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു ജീവാത്മാവിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു ജീവാത്മാവിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ഭഗവാന്റെ നാമത്തിലേക്ക് മോക്ഷം എന്നുള്ള പദമാണ് അതിന്റെ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പൊ മറ്റേ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? മോക്ഷം എന്ന് പറഞ്ഞാൽ ജനിക്കുക മരിക്കുക എന്നുള്ള ഈ പ്രോസസ് ഇല്ലേ? ഈ പ്രോസസ്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് ഈ മോക്ഷം അല്ലെങ്കിൽ രീതിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള വേറെ സംഗതിയുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ മോക്ഷത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ കാലഗണനയെ കുറിച്ച് കുറച്ച് മനസ്സിലാക്കണം. കുറച്ച് ശകലം കാലഗണനയെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് കാലഗണന എന്ന് പറഞ്ഞാല്? ഇപ്പൊ നമുക്കറിയാം ഒരു മണിക്കൂറിൽ എത്ര അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട്, ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ ഉണ്ട് എന്നൊക്കെ നമുക്ക് കണക്കായിട്ട് അറിയാം. പക്ഷെ ഇത് കലിയുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തിൽ എത്ര മാസമുണ്ട്? 12 മാസം. അപ്പോ നമുക്ക് എത്ര യുഗങ്ങളുണ്ട്? 4 യുഗങ്ങളുണ്ട്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയും, കലിയുഗം. കലിയുഗത്തിൽ എത്ര വർഷമുണ്ട്? 4,32,000 വർഷമാണ് കലിയുഗം. 4,32,000 വർഷമാണ് കലിയുഗം. അടുത്ത യുഗമായിട്ടുള്ള ദ്വാപരയുഗത്തിൽ എത്ര വർഷമുണ്ട്? 4,32,000 × 2 എത്രയാണോ അത്രയും വർഷമാണ് ദ്വാപരയുഗം. ഇനി ത്രേതായുഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 4,32,000 × 3 ഞാൻ എളുപ്പത്തിൽ പറയാണ്. ഭഗവത്ഗീതയില് അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 4,32,000 മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഈ കാലഗണന പെട്ടെന്ന് മനസ്സിലാക്കാം. 4,32,000 × 1 × 2 × 3. മൂന്നാമത്തെ ത്രേതായുഗത്തില് × 3 എടുത്തു കഴിഞ്ഞാൽ അത്രയും വർഷമായി ദ്വാപര യുഗം. പിന്നെ സത്യയുഗം എന്ന് പറഞ്ഞാൽ 4,32,000 × 4 എത്രയാണോ അത്രയുമാണ് സത്യയുഗം. അപ്പൊ ഈ 4 യുഗങ്ങളുടെ ടോട്ടൽ ഫിഗർ ഓരോ യുഗത്തിലുള്ള എമൗണ്ട് ഇതുപോലെ കൂട്ടി നോക്കിയിട്ട് ടോട്ടൽ ഫിഗർ എത്രയെന്ന് നോക്കി കഴിയുമ്പോൾ ഒരു ചതുരയുഗം എന്ന് പറയും. ഒരു ചതുരയുഗം അല്ലെങ്കിൽ ഒരു മഹായുഗം, മനസ്സിലായില്ലേ? അങ്ങനത്തെ 74 മഹായുഗങ്ങൾ ചേരുമ്പോഴാണ് ഒരു മന്വന്തരം ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനത്തെ 14 മന്വന്തരങ്ങൾ ചേരുമ്പോഴാണ് ഒരു കല്പം ഉണ്ടാവുന്നത്.
ഒരു കൽപ്പം എന്ന് പറഞ്ഞാല് ബ്രഹ്മാവിന്റെ പകുതി ദിവസമേ ആവുന്നുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കൂ, 4,32,000 കലിയുഗം, അതിലിപ്പോ 5,328 നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മനസ്സിലാക്കണം, എത്ര എത്ര ആ ദൈർഘ്യം നിങ്ങൾ മനസ്സിലാക്കുക. × 1 × 2 × 3 × 4 ഇതെല്ലാം ടോട്ടൽ എടുക്കുന്ന ഫിഗറാണ് ഒരു ചതുർയുഗം. അങ്ങനെ 74 ചതുർയുഗങ്ങൾ ചേരുമ്പോൾ ഒരു മന്വന്തരമായി. ഒരു മന്വന്തരം എന്നുള്ള 14 മന്വന്തരങ്ങൾ ചേരുമ്പോഴാണ് ഒരു കൽപ്പമാവുന്നത്. ഒരു കൽപ്പം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിന്റെ പകുതി ദിവസമേ ആവുന്നത്. 2 കൽപ്പങ്ങൾ ചേരുമ്പോഴാണ് ബ്രഹ്മാവിന് ഒരു ദിവസം. അങ്ങനെ ബ്രഹ്മാവിന് 100 വയസ്സാണ് ആയുസ്. ബ്രഹ്മാവ്, ഇന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാല് ആ വ്യക്തി, അപ്പൊ ഞാൻ ഒരു കർഷകൻ, ഇപ്പൊ ഞാനിവിടെ വ്യാസാസനത്തിലിരിക്കുന്നത്, ഇത് വ്യാസാസനമാണ്. അതുപോലെ ഇന്ദ്രന് ഇന്ദ്രപദവി എന്നുള്ളത് ആ പദത്തിന്റെ പേരാണ്, ആ ചെയറിന്റെ പേരാണ് ഇത് വ്യാസാസനം. അതുപോലെ ഇന്ദ്രപദവി എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ ചെയറിന്റെ പേരാണ് അത്. അതുപോലെ ബ്രഹ്മാവ് ഇതുപോലെ തന്നെയാണ്, ആ ചെയറിനാണ് ബ്രഹ്മാവ്. ഇപ്പൊ ബ്രഹ്മാവ് മാറി മാറിക്കൊണ്ടിരിക്കും ഓരോ 100 വയസ്സ് കഴിയുമ്പോൾ, നമ്മളെ പോലെ തന്നെ. അപ്പൊ ഇതിങ്ങനെ ഈ കാലഘട്ടം ഇങ്ങനെ തിരിയുന്നതനുസരിച്ചിട്ട് നമ്മളിവിടെ 84 ലക്ഷം ജീവജാലങ്ങളുണ്ട് ഭൂമിയിൽ. പട്ടിയായിട്ടും, അത് പത്മപുരാണത്തിൽ പറയുന്നുണ്ട്, പട്ടിയായിട്ടും പൂച്ചയായിട്ടും പുഴുവായിട്ടും തെങ്ങായിട്ടും പഴുതായിട്ടും ഇങ്ങനെ 84 ലക്ഷം ജീവജാലങ്ങളാണ് ഭൂമിയിലുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഈ മനുഷ്യന് കിട്ടി, നമുക്ക് 84 ലക്ഷം ഒരെണ്ണം കുറഞ്ഞിട്ടുള്ള ജന്മം, അത്രയും ജന്മങ്ങൾ മുഴുവനും പൂർത്തീകരിച്ചതിന് ശേഷമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു മനുഷ്യന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മം നമ്മൾ പാഴാക്കി കളഞ്ഞാൽ, ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ പാഴാക്കി കളഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മൾ പിന്നെ സൈക്കിളിലേക്ക് പോകണം. പട്ടി, പൂച്ച, പുഴു, കൃമി, പഴുതാര രീതിയിൽ പിന്നെ നമ്മൾ റീസൈക്കിളിലേക്ക് പോകും. പക്ഷെ ഈ ജന്മത്തിൽ നമ്മൾ കുറച്ചെങ്കിലും ഭഗവാന്റെ നാമം ജപിക്കുകയോ ഭഗവാന്റെ കാര്യങ്ങൾ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഭഗവാന്റെ സേവ ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? അറ്റ്ലീസ്റ്റ് നമുക്കൊരു മനുഷ്യൻ നമുക്ക് കിട്ടും. ഇതില്ലാത്തവരാണെങ്കിലോ പിന്നെ ഈ സൈക്കിൾ മുഴുവൻ പൂർത്തീകരിക്കണം. 84 ലക്ഷം പൂർത്തീകരിച്ചെങ്കിൽ മാത്രമാണ് പിന്നീട് എപ്പോഴെങ്കിലുമേ നമുക്കൊരു മനുഷ്യൻ കിട്ടൂ. ഒരു പട്ടിയുടെ ജന്മത്തിൽ ജനിച്ചു കഴിഞ്ഞെന്ന് ആലോചിച്ച് നോക്കുക. പട്ടിയുടെ ജന്മത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മുമ്പിൽ പട്ടികൾ നടക്കുന്നില്ലേ? കുറെ പട്ടികളെ കൂടിയിട്ട് നമുക്ക് ഭഗവത്ഗീത വായിക്കാൻ പിടിക്കാൻ പോകാൻ പറ്റും. അവർക്ക് അതിനുള്ള കഴിവില്ല, അതിനുള്ള ആ ഒരു സെൻസ് ഇല്ലാതെയാണ് അവരുടെ ജന്മം. പക്ഷെ മനുഷ്യ ജന്മത്തിൽ മാത്രം നമ്മൾ ആത്മജിജ്ഞാസുമായിരിക്കണം. ആത്മജിജ്ഞാസു എന്താണ് ആത്മജിജ്ഞാസ? നമ്മൾ ആത്മാവാണെന്നുള്ള ബോധ്യം. നമ്മൾ ഈ ബോഡിയല്ല, ഞാൻ ഇരിക്കുന്ന ഈ പ്രസിദ്ധ പ്രഭു എന്ന് പറയുന്നത് ഞാൻ ഈ ബോഡിയല്ല, ഞാൻ ആത്മാവാണെന്നുള്ള ഒരു അറിവ്. അതാണ് അധ്യാത്മയുടെ ആദ്യത്തെ അറിവ്. ഞാൻ പറഞ്ഞത് 100% ഈ പരമദിവ്യത്വ പുരുഷൻ ശ്രീകൃഷ്ണൻ ആണെന്നുള്ളത് അത് ടോപ്പ് മോസ്റ്റ് അറിവാണ്. ഫസ്റ്റ് അറിവാണ് നമ്മള് ഞാൻ ഈ ബോഡിയല്ല, ഞാൻ ആത്മാവാണെന്നുള്ള അറിവ്, അല്ലെ? അപ്പൊ ഈ ആത്മാവാണ് നമ്മൾ. ഈ ആത്മാവ് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പട്ടി, പൂച്ച, പുഴു, കൃമി, പഴുതാര രീതിയിൽ. അപ്പൊ ആത്മജിജ്ഞാസ എന്ന് പറഞ്ഞതാണ് നമ്മളെ ആത്മാവാണ് ഞാൻ എന്നുള്ള മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ റീസൈക്കിള് ഈ 84 ലക്ഷത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും. ഭഗവാന്റെ അടുത്ത് 84 ലക്ഷം ഉടുപ്പുകളിരിക്കുക. നമ്മുടെയൊക്കെ വീട്ടില്ലേ ചുരിദാർ ഉണ്ടാവും, പലതരത്തിലുള്ള ചുരിദാർ ഉണ്ടാവും, സാരി ഉണ്ടാവും, ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ജുബ്ബ ഉണ്ടാവും, ഷർട്ട് പാൻറ് ഉണ്ടാവും, മുണ്ട് ഷർട്ട് ഉണ്ടാവും, അല്ലെ? അപ്പൊ ഇതുപോലെ ഭഗവാന്റെ അടുത്ത് 84 ഡ്രസ്സുകൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അതൊക്കെ തേച്ച് വൃത്തിയാക്കി നമ്മളൊക്കെ വീട്ടിലിരുന്ന പോലെ അതുമാതിരി. അപ്പോ നമ്മൾ ഏതെങ്കിലും അടുത്ത ജന്മത്തിൽ, ഈ ജന്മത്തിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ അടുത്ത ജന്മത്തിലേക്കുള്ള നമ്മള് ഏത് അമ്മയുടെ വയറ്റിലാണോ പോകുന്നത് നമ്മൾ ആ ജന്മമായിട്ട് മാറി. ഇപ്പൊ പട്ടിയമ്മയുടെ വയറ്റിലാണ് പോണെങ്കിൽ നമ്മൾ പട്ടിയായി. കാരണം പട്ടിയുടെ ബോഡി കിട്ടിയത് ഉടുപ്പ് 84 ലക്ഷം ഭഗവാന്റെ അടുത്തുണ്ടല്ലോ. അപ്പൊ നമ്മുടെ കർമ്മവാസന അനുസരിച്ചിട്ടാണ് നമുക്ക് ആ ബോഡി കിട്ടുക. അത് ഭഗവാൻ അത് അനുവദിച്ച് തരും. തഥാസ്തു പറയും. എന്താ നമുക്ക് അടുത്ത ജന്മത്തിന് ഒരു ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആ കഴിക്കുന്ന ജന്മമായത്തിലേക്ക് ഭഗവാൻ തഥാസ്തു പറയും, ചെരിഞ്ഞതായിക്കോളും. ഭഗവാൻ ഇവിടെ ഒരു വ്യത്യാസമൊന്നും കാണിക്കുന്നില്ല. നമുക്ക് എന്താണോ ഇഷ്ടം അത് ഭഗവാൻ തരും. ഭഗവാൻ തരുന്നത് നമ്മളുടെ ഇഷ്ടമാണ്, നമ്മുടെ കർമ്മവാസന അനുസരിച്ചിട്ടാണ്. നമുക്ക് ചിക്കനാണ് കഴിക്കേണ്ടെന്ന് ആഗ്രഹം മരിക്കുന്നെങ്കിൽ നമ്മൾ വല്ല പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആ രീതിയിലുള്ള ഒരു ജന്മമായിട്ട് നമുക്ക് കിട്ടും. ഭഗവാൻ അത് അനുവദിച്ചു തരും. മനസ്സിലായി? അപ്പൊ നമ്മൾ സ്വയം തീരുമാനിക്കുക നമ്മൾ ആരാവണം എന്നുള്ള കാര്യം. അപ്പൊ ഇത് നമ്മള് 10ാം ക്ലാസ് പരീക്ഷയാണ്. ഈ പരീക്ഷയുടെ ഫൈനൽ റിസൾട്ടാണ് നമ്മുടെ ഡെത്ത്. അപ്പൊ അതിനു മുമ്പ് ആൾക്കാര് ഹോംവർക്ക് ചെയ്യും, പല കാര്യങ്ങളും ചെയ്യും, സ്പെഷ്യൽ ക്ലാസ്സുകൾ, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഈ പരീക്ഷയ്ക്കുള്ള പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് ഇതെല്ലാം. പിന്നെ നമ്മൾ ഇവിടെ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് വീട്ടിൽ പോയിട്ട് അത് റെഫർ ചെയ്ത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളൊക്കെ എന്താ സംഭവിക്കുന്ന? വീണ്ടും
ജന്മമൃത്യു ജരാവധി. ഇപ്പൊ ഒരു സൈക്കിള്, ആ സൈക്കിളിലെ പൽചക്രത്തിന് ഫസ്റ്റ് പല്ലിൽ വീണു, അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് പിന്നെ അവിടെ തന്നെ വരും, പിന്നെ അത് അവിടെ തന്നെ വരും, ഇല്ലേ? ഈ രീതിയിൽ ഇങ്ങനെ നമ്മുടെ ജന്മം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘടന അനുസരിച്ചിട്ട്. നേരത്തെ കാലഘടന പറഞ്ഞില്ലേ? അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് എന്താണ് 4 കാര്യങ്ങളാണ് പട്ടികളും നമ്മൾ ചെയ്യുന്നത് ബേസിക് ആയിട്ട്. എന്തൊക്കെയാ ചെയ്യുന്നത്? നമ്മള് ഭക്ഷണം കഴിക്കുന്നു, മൃഗങ്ങൾ, പട്ടി ഭക്ഷണം കഴിക്കുന്നു, മൃഗങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ ഉറങ്ങുന്നു, ഈ മൃഗങ്ങൾ ഉറങ്ങുന്നുണ്ട്. മനുഷ്യര് സന്താനോത്പാദനം നടത്തുന്നുണ്ട്, ആ മൃഗങ്ങളും അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ അതിക്രമിച്ച ഒരാള്, എന്തിനാണ് നമ്മൾ മതിലൊക്കെ ചുറ്റും മതിലൊക്കെ കെട്ടിച്ചിരിക്കുന്നത്? അതിക്രമിച്ച ഒരാൾ കയറി വരാതിരിക്കണം, അല്ലെ? അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ആ പട്ടികൾക്ക് ഒരു അവരുടെ ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ വേറെ പട്ടി കയറി വന്നാൽ ഈ പട്ടി എന്ത് ചെയ്യും? കടിച്ചതിന് ഓടി, അല്ലെ? അപ്പൊ ഈ 4 കാര്യങ്ങളാണ് പ്രതിരോധിക്കുക. ഈ 4 കാര്യങ്ങളാണ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളെങ്കിൽ നമ്മൾ ഈ മൃഗതുല്യമായിട്ട് ജീവിക്കാൻ. മനസ്സിലായില്ലേ? ഈ 4 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നുള്ളെങ്കിൽ നമ്മൾ മൃഗതുല്യമായിട്ട് ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ മതിയോ? പോരാ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു പടിയും നമ്മൾ മുന്നോട്ട് വെച്ചാൽ മതി. ഭഗവാന്റെ അടുത്തേക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ ഭഗവാൻ നമുക്ക് 100 സ്റ്റെപ്പ് ഇങ്ങോട്ട്. നമ്മളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കാര്യം, നമ്മളെ ഇപ്പൊ ഇവിടെ നടക്കുന്ന ഇപ്പോ ഒരുപാട് ആധ്യാത്മികതയിലേക്ക് കടന്നു വരുന്ന വളരെ ചുരുക്കം 100% കൂടി വന്ന ഒരു 10% കാര്യം മാത്രമേ ആധ്യാത്മികതയിലേക്ക് കടന്നു വരുന്നുള്ളൂ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് അത് അവരുടെ കുഴപ്പമല്ല, അവരുടെ മുൻജന്മ കാര്യങ്ങളോ അല്ലെങ്കിൽ അത് കൂടാതെ അതിനകത്ത് ഒരു ചെറിയൊരു പെർസെന്റേജ് ഞങ്ങളെ പോലെ ആൾക്കാരുണ്ട്. കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഈ തത്വം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും കൂടി ഉണ്ട് ഇതിനകത്ത്. കാരണം മുഴുവൻ നമുക്ക് അവരെ കുറിച്ച് പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരും വീട്ടില് തടഞ്ഞ് ഇരുന്ന് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്നാൽ ഇത് ജനങ്ങളിലേക്ക് എത്തുമോ? ഇല്ല. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ പ്രഭാഷണങ്ങളും പല സ്ഥലത്ത് പ്രോഗ്രാമുകളും ഇതുപോലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പോയിട്ട് പ്രഭാഷണങ്ങളും വീട്ടിൽ തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് പോലും ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആരുടെ കുഴപ്പമാണ്? ഒരു ശതമാനമെങ്കിലും നമ്മുടെ ഒരു കുഴപ്പമുണ്ടല്ലേ മതി. അപ്പോ അതുകൊണ്ട് നമ്മളിത് പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നമ്മളിത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്യണം. അത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ സേവനം ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോ ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോ ഒരു അനുഭവം ഞാൻ പറയാം. എന്റെ മുമ്പിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. 2 പേര് ഗുരുവായൂർ പോകണം. ഇത് നടന്ന സംഭവമാണ്, എന്റെ മുമ്പിൽ നടന്ന സംഭവം, ഞാൻ അറിഞ്ഞ കാര്യമാണ്. ഓക്കെ, 2 പേര് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകും. രാവിലെ 6 മണിക്ക് ഒരു ട്രെയിൻ ഉണ്ട് ഇവിടെ എറണാകുളത്ത് സൗത്തിൽ നിന്ന്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. ഈ ട്രെയിൻ ഒരു ട്രെയിനിന്റെ ട്രാക്കിൽ തന്നെ അങ്ങോട്ട് പോകാൻ ഒരു ട്രെയിൻ ഗുരുവായൂർ പോകുന്നു, ഇങ്ങോട്ട് ചേർത്തല ഭാഗത്തേക്ക് പോകാനായിട്ട് ഒരേ ട്രാക്കിലാണ് എടുക്കുന്നത്. രണ്ടും ഇങ്ങനെ മുട്ടിക്കാനായിട്ടിരിക്കുന്നത്. അപ്പോ ഗുരുവായൂർക്ക് പോകാൻ വേണ്ടി ട്രെയിൻ വന്ന ആൾക്കാര് മനസ്സിലായി ഇത്രാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ ഉണ്ടെന്നുള്ള അനൗൺസ്മെന്റ് വന്നു. അവർ ആ ട്രെയിനിൽ കയറി. പക്ഷെ ഇവര് കയറി ഇരുന്ന സ്ഥലം എവിടെയായി പോയി? ആലപ്പുഴയ്ക്ക് പോകുന്ന ട്രെയിനിലാണ് ഇവർ കയറിയിരിക്കുന്നത്. ഇത് ട്രെയിൻ ഒരുമിച്ച് കിടക്കുന്നു ഒറ്റ ട്രാക്കിൽ. മനസ്സിലായില്ല? അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നമ്മൾക്ക് എല്ലാവരും സംഭവിക്കുന്നത്. നമ്മളെല്ലാവരും വിചാരിക്കും ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണ്. പക്ഷെ ആക്ച്വലി അവരുടെ ആ പർട്ടിക്കുലർ ഇവര് ചേർത്തല ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇത് വേറെ റൂട്ടാണെന്ന് തോന്നുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി. അവര് അടുത്ത ആളോട് ചോദിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവേണ്ടത് അയ്യോ ട്രെയിൻ മാറി എന്നുള്ളത്. അപ്പൊ ആക്ച്വലി ഇവര് എറണാകുളത്ത് നിന്ന് കയറി ചേർത്തല എത്തുന്നത് വരെ ഇവര് ബോധം എന്തായിരുന്നു? 100% ഞാൻ ചെയ്യുന്നത് റൈറ്റ് ആണ്, ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണ് എന്നുള്ള ചിന്തയാണ് ഇവിടെ നടക്കുന്ന എല്ലാ ആൾക്കാരുടെ ഉള്ളിലുള്ളത്. ആക്ച്വലി അവർക്ക് ജ്ഞാനം കിട്ടാത്തതുകൊണ്ടാണ്, അല്ലെ? ആ ചോദിക്കുന്ന ചോദ്യം അവർ എറണാകുളത്ത് വെച്ച് ചോദിച്ചിരുന്നെങ്കിലോ മാറി കയറിയാൽ മതിയായിരുന്നു, അല്ലെ? അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പീരീഡ് ആ പീരീഡാണ് ഈ മനുഷ്യൻ. ഞാൻ പറഞ്ഞില്ലേ, ഈ എറണാകുളത്ത് കയറി ചേർത്തല എത്തുന്നവരെയുള്ള പീരീഡ്, ഈ പീരീഡാണ് ഈ മനുഷ്യന്മ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ പീരീഡിലായ മനുഷ്യന്മത്തില് നമ്മൾ യഥാർത്ഥ ഗുരുവിന്റെ അടുത്ത് പോയിട്ട് പരിപ്രശ്നേന ഉപദേശിത ജ്ഞാനം ഞാൻ തത്വ ദർശനം. അപ്പൊ ഈ പർട്ടിക്കുലർ ഈ പീരീഡിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗുരുവിനെ പോയിട്ട്, ഏതെങ്കിലും അല്ല, ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗുരുവിനെ കാണാനും അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുമുള്ള ഒരു അവബോധം നമ്മൾക്ക് ഉണ്ടായെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അല്ലെങ്കിൽ നമ്മൾ ഈ റൂട്ട് മാറി അവരെ ലക്ഷ്യം എല്ലാവരുടെയും കയ്യിൽ വാച്ച് ഉണ്ടാവും. എവരി വൺ
everyone's believe that their time is correct. അതായത് എല്ലാവരും കയ്യിൽ വാച്ചുണ്ട്. എല്ലാവരുടെയും കയ്യിൽ വാച്ചിന് 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് അല്ലെങ്കിൽ 5 സെക്കൻഡ് ഒക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്നു അല്ലെ? പക്ഷെ എല്ലാവരും വിചാരം എന്താണ്? എന്റെ കൈ കെട്ടിരിക്കുന്ന വാച്ചാണ് കറക്റ്റ്. ഇതെല്ലാവരും വിചാരിക്കും. പക്ഷെ എല്ലാവരുടെയും ടൈമില് 1, 2, 3 മിനിറ്റ് വ്യത്യാസം ഉണ്ടാവും അല്ലെ? ഈ വ്യത്യാസം അവര് വിചാരിക്കണം എന്താ? എല്ലാവരും വിചാരിക്കും എന്റെ വാച്ചാണ് കറക്റ്റ്, എന്റെ വാച്ചാണ് കറക്റ്റ്, എന്റെ വാച്ചാണ് കറക്റ്റ് എന്ന് അവർ വിചാരിക്കണം. ഈ ട്രെയിനിൽ യാത്ര ചെയ്ത ആൾക്കാരാണ് കുറിച്ച്. അപ്പോ അവരുടെ ഈ ഇവിടെ നിന്നുള്ള ആ ഒരു പർട്ടിക്കുലർ പീരീഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മനുഷ്യൻ. ഈ മനുഷ്യൻ ലൈഫ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കാലഘടന പഠിച്ചപ്പോൾ മനസ്സിലായില്ലേ, നമ്മുടെയൊക്കെ വെറും തുച്ഛമായിട്ടുള്ള സമയമാണ് നമുക്കുള്ളത്. മനസ്സിലായി? ഈ തുച്ഛമായ സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഗുരുവിനെ കണ്ടെത്തി ആ ഗുരുവിലൂടെ ജ്ഞാനം ലഭിച്ചില്ല എങ്കിൽ നമുക്ക് എന്താ സംഭവിക്കും? 84 ലക്ഷത്തിലേക്ക് തിരിച്ചു പോകും അല്ലെ? ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ നാമം ജപിക്കുകയും അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലേക്ക് നമ്മൾ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ ഇപ്പൊ ഈ ജന്മത്തില് ഡോക്ടറായിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ധനാഢ്യനായിരിക്കാം. ഇപ്പൊ അനിൽ അംബാനി അല്ലെങ്കിൽ അംബാനിമാരെ പോകും, എത്രയോ ധനാഢ്യ രീതിയിലാണ് ജീവിക്കുന്നത്. പക്ഷെ അടുത്ത ജന്മത്തിൽ ഈ കാര്യങ്ങളിൽ ജ്ഞാനം അവർക്ക് കിട്ടിയില്ല എങ്കിൽ അവർ അടുത്ത ജന്മത്തിൽ എന്തായി? പട്ടിയായി പോയാത്ത അവസ്ഥ എന്താ? മനസ്സിലായില്ലേ? പിന്നെ 84 ലക്ഷത്തിലേക്ക് പിന്നെ തിരിച്ചു പോവാണ്. മനസ്സിലായില്ലേ? അപ്പൊ എന്തോ ഭാഗ്യം കൊണ്ട് അംബാനിക്ക് ആളുടെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്ന ആ ഹസ്ബൻഡിന്റെ അമ്മ ഇസ്കോൺ ഡിവോട്ട് ചെയ്തുകൊണ്ട് ചെറിയൊരു ജ്ഞാനം അവർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഭഗവാന്റെ ഓരോരോ അറേഞ്ച്മെന്റുകളാണ് അല്ലെ? അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ തുച്ഛമായി കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മം ദുർലഭം, മനുഷ്യജന്മം വളരെ ദുർലഭമാണ്. ഈ ദുർലഭമായിട്ട് കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യജന്മത്തെ നമ്മൾ പാഴാക്കി കളഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? റീസൈക്കിൾ, പട്ടി പൂച്ച ഒഴിഞ്ഞാൽ ഇങ്ങനെ മനസ്സിലായപ്പോഴും ആ രീതിയിലേക്ക് നമ്മൾ പോകും. അപ്പൊ നമ്മള് ഈ കറക്റ്റ് ആയിട്ടുള്ള ജ്ഞാനം, പരമ ദിവ്യത്വ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന ജ്ഞാനം ലഭിച്ചാൽ തന്നെ നമ്മളെ പാത കറക്റ്റായി. മനസ്സിലായില്ലേ? അപ്പൊ ആ പാതയിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുന്നത്? ഈ ഏഴാമത്തെ അധ്യായത്തിൽ ഏഴാം ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ഭഗവാനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സത്യമില്ല എന്ന് പറയുന്നത്. ഭഗവാനേക്കാളും എന്നെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള വേറൊരു സത്യമില്ല. ഭഗവാനാണ് ഏറ്റവും ടോപ്മോസ്റ്റ് സത്യത്തിലേക്ക് വരുന്ന ഭഗവാൻ. എന്താണ് നമ്മളുടെ ശ്ലോകം ഏതാണ്? മത്തവരതം ആ മണികനായി വന്നിട്ട് ഒരു നൂലിന്മേൽ കെട്ടിയിട്ടിരിക്കുന്ന ചരട് പോലെയാണ്. ആ ചരടാണ് ഭഗവാൻ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ പരമ ദിവ്യത്വ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. അപ്പൊ മോക്ഷം ലഭിക്കണമെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനിലൂടെ മാത്രമാണ് മോക്ഷം കിട്ടുള്ളൂ എന്നുള്ള കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. 3-ാം കാൻഡോയില് 25-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകം. എന്തിനാ ശ്ലോകം റെഫർ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പ്രമാണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ പോയിട്ട് റെഫർ ചെയ്യാം. ഗൂഗിളിൽ ഇപ്പൊ തന്നെ സെർച്ച് ചെയ്താൽ ആദ്യം 3:25-41 ശ്രീമദ് ഭാഗവത അടിക്കുമെങ്കിൽ അപ്പൊ തന്നെ റിസൾട്ട് വരും. അതായത് നമുക്ക് ഈ മോക്ഷം കിട്ടണമെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനിലൂടെ അല്ലാതെ വേറെ ഒരാൾക്ക് പോലും മോക്ഷം തരാനുള്ള അധികാരം ആർക്കും കൊടുത്തിട്ടില്ല. ഈ മറ്റുള്ള ഒരുപാട് ദേവീദേവന്മാരുണ്ട്. അതുപോലെ 4-ാം കാൻഡോയില് 31-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? 4-ാം കാൻഡോയില് 31-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം ശ്രീമദ് ഭാഗവതം എന്താ പറയുന്നത്? സർവ്വമൂല നിഷേധന എന്നാണ് ആ ശ്ലോകം തുടങ്ങുന്നത്. അതായത് നമുക്കൊരു മരത്തിന് വെള്ളം ഒഴിക്കണമെങ്കിൽ നമ്മളൊരു അരയുടെ മോട്ടർ മേടിച്ചു വന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ട് നേരെ ഓസ് വെച്ച് മുകളിലേക്ക് അടിക്കുന്ന കാര്യമുണ്ടോ? എന്ത് ചെയ്യണം? നേരെ താഴെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ മരത്തിന്റെ ചുവട്ടിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ മരത്തിന്റെ വേരുകളില്ലേ, ഈ വേരുകള് ഇതെല്ലാം വെള്ളം മുഴുവനും വലിച്ചെടുത്തിട്ട് ഈ മരത്തിന്റെ ഇലകള്, ശാഖകള്, കായ്കനികൾ എല്ലായിടത്തേക്കും ഈ വെള്ളം എത്തിക്കുന്നത് പോലെ നമ്മള് അത് ശ്ലോകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഉദാഹരണ സഹിതം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ വായിലൂടെ ഭക്ഷണം കഴിച്ചു, വയറ്റിലെത്തി കഴിഞ്ഞാൽ ഇവിടെ അത് ദഹന പ്രക്രിയ പൂർത്തിയാക്കിയതിനു ശേഷം അതിന്റെ ആ ഓജസ് മുഴുവൻ നമ്മുടെ ശരീരത്തിലേക്ക് എല്ലായിടത്തേക്കും എത്തില്ലേ? അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ഭരിക്കുന്നതെങ്കിൽ 33 മുക്കോടി ദേവി ദേവന്മാരും പൂർണ്ണ സംതൃപ്തരാകുന്നത് ശ്രീമദ് ഭാഗവതത്തിന് വ്യാസമൻ എഴുതിയിട്ടുണ്ട്. 4-ാം കാൻഡോയില് 31-ാമത്തെ അധ്യായത്തിന് 14-ാമത്തെ ശ്ലോകം. നിങ്ങൾ റെഫർ ചെയ്യണം പോയി. എന്നാലേ നിങ്ങൾ സ്വയം റെഫർ ചെയ്ത് ഇത് മനസ്സിലാക്കണം. അത് നേരെ പറയും ആത്മജിജ്ഞാസമാണ്. നമ്മളിത് കേട്ടിട്ട് വെറുതെ പോയി ഇവിടുത്തെ പ്രസാദം കഴിച്ച് കാര്യം പോയിട്ട് കാര്യമില്ല. നമ്മളിത് പോയിട്ട് റെഫർ ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ? ശരിയാണെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, നമ്മൾ എടുക്കണം. അത് അല്ലെങ്കിൽ ഇതിനെ കളയുക. ഞാൻ അതിനാണ് റെഫറൻസ് നിങ്ങളോട് പറയുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ 4-ാം കാൻഡോയില് 31-ാമത്തെ അധ്യായത്തില് 14-ാമത്തെ ശ്ലോകത്തിൽ ഇതാണ് പറയുന്നത്. നമ്മൾ 33 മുക്കോടി ദേവീദേവന്മാരുണ്ട്. ഇതൊക്കെയാണ്
വരുണനായിട്ടും അഗ്നിയായിട്ടും പിന്നെ പാമ്പായിട്ടും മുരുകനായിട്ടും കൃഷ്ണനായിട്ടും മറ്റേ ദേവീദേവന്മാർ ഇങ്ങനെയൊക്കെ ഒരുപാട് 33 കോടി ദേവന്മാരുണ്ട്. പക്ഷെ ഇവരെല്ലാരും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുമോ ഈ ഒരൊറ്റ ജന്മത്തില്? ആകെ നമുക്ക് ഇത്ര വയസ്സേ ഉള്ളൂ. ഇവരെ മുഴുവൻ 33 മുക്കോടി ദേവതന്മാർക്ക് ഒരു ദിവസത്തിൽ ഒരു ദിവസം വെച്ച് കൊടുത്താൽ പോലും നമുക്ക് പ്രാപ്തിയില്ലാതെ കഴിയില്ല. കാരണം 70 വയസ്സാണ് ഇപ്പോഴത്തെ ഒരു ആവറേജ്. 70 വയസ്സാണ് നമ്മുടെ ആയുസിക്കുന്നത് കലിയുഗത്തിൽ. അപ്പൊ അതിനോട് നമുക്ക് സമയദൈർഘ്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നാരായ വേദം പറയില്ലേ, ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നമ്മൾ ഭജിക്കുന്നതെങ്കിൽ 33 മുക്കോടി ദേവി ദേവന്മാരും പൂർണ്ണ സംതൃപ്തരാകുമെന്ന് വ്യാസമുനി പറയുന്നു. മനസ്സിലായില്ല? അപ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മള് കൃഷ്ണനെ ഭജിക്കുകയോ കൃഷ്ണൻ കാലിൽ ഒരു തുളസിദളം സമർപ്പിക്കുകയോ ഭഗവാൻ ഒരു ഇത്തിരി വെള്ളം കൊടുക്കുകയോ ഇത്തിരി ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഭഗവാനെ സംതൃപ്തമാണ്. ഭഗവാൻ സംതൃപ്തനായി കഴിഞ്ഞാൽ 33 മുക്കോടി ദേവി ദേവന്മാർ പൂർണ്ണ സംതൃപ്തരാകും. വ്യാസമുനി പറയുന്നത് പ്രമാണം ഉണ്ടല്ലോ. പിന്നെ നമ്മളിങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മളൊരു ഗുളിക, ഒരു ഡോക്ടർ ഒരു ഗുളിക എഴുതുന്നു. ആ ഡോക്ടർ എഴുതുന്ന ഗുളികയില് പനിക്കുള്ള ഒരു ഗുളിക എഴുതുന്നു. ഈ ഗുളിക കെമിക്കല് അതിനകത്ത് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ആ ഡോക്ടറെ വിശ്വസിക്കുകയാണ്. ആ ഡോക്ടറെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ആ ഗുളിക കഴിക്കുന്നത്, അല്ലെ? അപ്പൊ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം സൈഡ് എഫക്ട് ഉണ്ടാവുന്ന പോലും നമ്മൾ നോക്കുന്നില്ല, അല്ലെ? ആ ഡോക്ടറെ വിശ്വസിച്ച് നമ്മൾ ആ ഗുളിക ഒറ്റ വിഴുങ്ങലാണ് ഈ അസുഖം മാറാൻ വേണ്ടി. പക്ഷേ വ്യാസമുനി ഇവിടെ പറയുന്നുണ്ട് നമുക്ക് ആ അദ്ദേഹത്തിന്റെ വചനങ്ങളെ 100% വിശ്വസിച്ചൂടെ? എന്തിനാ അതിനകത്ത് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അവിടെ പറഞ്ഞത് ശിവഭാഗവത്തിൽ വ്യാസമുനി പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ആ രീതിയിൽ എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആ ഒരു പ്രോസസ്സ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതല്ലേ? അപ്പോ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്ന അനുസരിച്ചിട്ട് ഇപ്പൊ നമ്മൾ അയ്യപ്പനെ ഭജിക്കുന്നതിൽ അയ്യപ്പൻ മാത്രമേ തൃപ്തനാവുള്ളൂ, വേറെ ആരും തൃപ്തരല്ല. ഇനി ശിവനെ ഭജിച്ചാൽ ശിവൻ മാത്രം, ദേവി ഭജിച്ചാൽ ദേവി മാത്രം. പർട്ടിക്കുലർ ദേവി ഏതോ ദേവിയാണോ ദേവനെയാണോ ഭജിക്കുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ ദേവി അല്ലെങ്കിൽ ദേവൻ മാത്രമേ തൃപ്തനാവുള്ളൂ, വേറെ ആരും തൃപ്തരല്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ കൃഷ്ണനെയാണ് ഭജിക്കുന്നതെങ്കിലോ ശാസ്ത്ര പ്രമാണം അനുസരിച്ചിട്ട് 33 മുക്കോടി ദേവിദേവന്മാർ പൂർണ്ണ സംതൃപ്തരായി, ഇല്ലേ? ഭഗവാനാണെങ്കിൽ വേറെ കാര്യം പറയുന്നുണ്ട്, അനന്യചിന്തയന്തോമോ യജനെ ചതുർവാസതയെ ദേഹാ നിത്യാഭിഷ്ടാന യോഗക്ഷേമ പറയാൻ പറ്റും. അതായത് നമ്മള് ഭഗവാനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളുടെ യോഗക്ഷേമപരമായ കാര്യങ്ങളും കൂടി ഭഗവാൻ നോക്കിക്കൊള്ളുന്നതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് ഒരു വേറൊരു ഗ്യാരണ്ടി വേറെ കിട്ടുന്നുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ എന്തിനാ സംശയിക്കുന്നത്? നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന മനുഷ്യൻ നമ്മൾ പാഴാക്കി കളഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന 84 ലക്ഷത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അപ്പൊ വേണോ വേണ്ടോ നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കുക. ഓക്കെ, പരീക്ഷ മാതാവ് ടൈം എത്രയാണ്? എത്ര മണി വരെ ഉണ്ട്? 1 മിനിറ്റ്. അപ്പൊ ഇതിനകത്ത് വേദങ്ങള് ഇപ്പോ ഒരു 5 മിനിറ്റ് ഉള്ളൂ. വേദങ്ങളെ കുറിച്ചിട്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്താണ്? 2-ാമത്തെ അധ്യായത്തിൽ 43, 41, 42, 43 പറയുന്നുണ്ട്. അതുപോലെ തന്നെ 15 പറയുന്നുണ്ട്. എന്താണ് വേദങ്ങളെ കുറിച്ചിട്ട് എന്താണ് ഭഗവാൻ പറയുന്നത് വെച്ചാല്, വേദങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ശ്രീകൃഷ്ണ ഭഗവാൻ പരമ ദിവ്യത്വ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഞാനാണ്, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേദങ്ങൾ ഉണ്ടാക്കിയത്. ഭഗവത്ഗീത ഭഗവാൻ പറയുന്നുണ്ട്, വേദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നെ മനസ്സിലാക്കാനാണ്. ഞാനാണ് വേദം ഉണ്ടാക്കിയതും ഇതിനെപ്പറ്റി കൊടീകരിച്ചിരിക്കുന്നതല്ല വ്യാസനാണല്ലോ. അപ്പൊ ഇത് ഞാനാണ് ഉണ്ടാക്കിയത്. ആരെ മനസ്സിലാക്കാനാണ്? ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ. അപ്പൊ നമ്മള് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ, നമ്മള് 100% പരിപൂർണ ജ്ഞാനം എന്ന് പറഞ്ഞാല് ഈ ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമ ദിവ്യോത്തപുരുഷനായിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലായാൽ ഈ വേദം മുഴുവൻ കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ വേദം പഠിക്കാനായിട്ട് വേറെ പോകണ്ട. അതാണ് ഭക്തിയോഗ പ്രാക്ടീസ് ചെയ്താലുള്ള നമ്മുടെ ഗുണം. അഷ്ടാംഗ യോഗയുണ്ട്, ഹഠയോഗ, ധ്യാനയോഗ, കർമ്മയോഗ, അങ്ങനെ ഒരുപാട് യോഗങ്ങളുണ്ട്. ഒരുപാട് യോഗാസന മുറകളുണ്ട്. പക്ഷെ ഈ യോഗാസന മുറകള് ഒന്നിന്റെ ആവശ്യമില്ല. ഭക്തിയോഗ പ്രാക്ടീസ് ചെയ്താൽ ഈ പറയുന്ന യോഗകൾ മുഴുവൻ നമ്മുടെ കൂടെ വരും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് വേദങ്ങളെ പറയുന്ന ഭഗവാനെ മനസ്സിലാക്കാനാണ് വേദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വേദങ്ങളിൽ മുഴുവനും പറയുന്നത് ഭഗവാനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഭഗവാനെ മനസ്സിലാക്കിയാൽ നമ്മൾ നേരിട്ട് ഒരു 10-ാം നിലയിലേക്ക് കയറി പോകണം. നമ്മൾ സ്റ്റെപ്പ് കയറി പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ലിഫ്റ്റ് അല്ലേ, ലിഫ്റ്റ് കയറിയ സ്വിച്ച് ഇട്ടാൽ നമ്മൾ 10-ലെത്തില്ല. അതാണ് ഭക്തി യോഗ. അതാണ് ചില പ്രഭുപാദർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇസ്കോൺ ലോകം മുഴുവനും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വ്യക്തി ഒന്ന് ആലോചിച്ചു പോകും. ചില പ്രഭുപാദര് ആ ഒരു വ്യക്തി ആലോചിച്ചു, ഒരു ആപ്പിൾ നമ്മളെ കിട്ടി. ഈ ആപ്പിൾ മുറിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര കുരുക്കൾ ഉണ്ടെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും, അല്ലെ? ശരിയല്ലേ? ശരിക്കും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കത്തിയെടുത്ത് നമുക്ക് അതിനെ പ്രോസസ് ചെയ്ത് എത്ര കുരു ഇതിനകത്ത് ഉണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. പക്ഷേ ഒരു ആപ്പിളിൽ നിന്ന് ഒരു ആപ്പിളിന്റെ കുരുവിൽ നിന്ന് എത്ര ആപ്പിൾ ഉണ്ടാവും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും?
കാരണം എന്താ, എത്രായിരം ആപ്പിൾ അതിൽ നിന്ന് വരും ആ സീസൺ ആകുമ്പോ, അല്ലേ? അറ്റ്ലീസ്റ്റ് 100 ആപ്പിളൊന്നും കിട്ടത്തില്ലേ ഒരു മരത്തിൽ നിന്ന്? ഒരു ആപ്പിൾ മരത്തില് ആ ഒരു സീഡ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അത് നല്ല രീതിയിൽ വളർന്ന് വളവും എല്ലാം നമ്മളിപ്പോ ചെയ്യുന്ന പോലെ വെള്ളവും വളവും. അപ്പൊ നമ്മുടെ ആധ്യാത്മികത്തിൽ നമ്മളെ ഈ പ്രഭാഷണങ്ങളും കീർത്തനങ്ങളും നമ്മുടെ ചിട്ടകളും ഇതൊക്കെയാണ് ഈ പറയുന്ന ഇതിന്റെ വളങ്ങൾ. അപ്പൊ അതുപോലെ ഒരു കുരു കുഴിച്ചിട്ട് അത് മുളച്ചു കഴിഞ്ഞാൽ അതിൽ എത്ര ആപ്പിൾ ഉണ്ടാവും എന്നൊക്കെ എണ്ണാൻ പറ്റില്ല, അനന്തമാണ്, അല്ലെ? അപ്പൊ അതുപോലെയാണ് സീഡ പ്രൂപാതരം എന്ന് പറയുന്ന ഒരു സീഡ്. ആ സീഡിൽ നിന്ന് ഇന്ന് എത്ര ലക്ഷം ഭക്തന്മാരാണ് അദ്ദേഹം സൃഷ്ടിക്കപ്പെട്ടത്, എത്ര ലക്ഷം, മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ നമ്മൾ ഓരോരുത്തരും പ്രഭാതരെ പോലെ ആയില്ല എങ്കിലും ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് 18-ാമത്തെ അധ്യായത്തില് 63-64 ശ്ലോകത്തില് ഭഗവാന്റെ ഗുഹ്യമായിട്ടുള്ള ഈ ജ്ഞാനം ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവനേക്കാൾ ശ്രേഷ്ഠമായിട്ട് വേറെ ആരുമില്ല, ഇതിനൊട്ടും ഉണ്ടാവാനും പോണെന്നാണ് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ചില പ്രഭാതരെ കാലടി പിന്തുടർന്നുകൊണ്ട് നമ്മൾ ഈ ഭഗവത്ഗീത, ഭാഗവതം മുതലായ ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ ഈ വീട്ടിലടുത്തുള്ളവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് സംഭവം, ഇതാണ് ജ്ഞാനം. ഇത് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നമ്മൾ ഒരു പരിധി വരെ ഇസ്ലാമോടും പ്രഭാതരോടും അല്ലെങ്കിൽ ഭഗവാനോടും ചെയ്യുന്ന അപരാധമായിട്ട് വരും, മനസ്സിലായില്ലേ? അപരാധം പറഞ്ഞാൽ ഞാനൊരു ഇതായിട്ട് പറഞ്ഞതാണ്. നമ്മൾക്ക് ഈ കിഞ്ചിത ഞാൻ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അതാണ് ഭഗവാൻ ഇവിടെ നമ്മുടെ സേവനം ചോദിക്കുന്നത്. ഭഗവാന്റെ സേവനം നമ്മള് ഭഗവാൻ ചോദിക്കുന്നുണ്ട് നമ്മളൊരു ശ്ലോക നമ്പർ ഞാൻ റെഫർ ചെയ്ത് തരാം. ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ, എന്റെ സേവനത്തിൽ എപ്പോഴും അർച്ചന, നിനക്ക് ഈ പറയുന്ന ചിത്തവട്ടങ്ങളും കാര്യങ്ങളൊന്നും അനുസരിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി എന്റെ സേവനത്തിൽ ഏർപ്പെടുക എന്ന് ഭഗവാൻ പറയുന്നില്ല, നമ്മളോട് കൂടിയുള്ള ഉപദേശമാണ്. ഭഗവാന്റെ സേവനത്തിൽ നമ്മൾ ഏർപ്പെടുക, ഇതൊക്കെയാണ് ഭഗവാന്റെ സേവനങ്ങൾ, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇതെല്ലാം കാര്യങ്ങളെല്ലാം ശരിക്കും വസ്തുനിഷ്ഠമായിട്ട് നല്ലൊരു ഗുരുവിൽ നിന്ന്, ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗുരുവിൽ നിന്നാണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരും രക്ഷപ്പെടട്ടെ, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് പരമദിവ്യത്വപുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ എന്നുള്ള ആ ഒരു അറിവാണ് ടോപ്മോസ്റ്റ് അറിവ്. സുപ്രീം കോടതി എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു അറിവ്, അല്ലെങ്കിൽ എഞ്ചിനീയറോ ഡോക്ടറെയോ ചട്ടത്തെ അറിവല്ല യഥാർത്ഥ അറിവ്. യഥാർത്ഥ അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഈ ഒരൊറ്റ യുഗത്തില്, ഈ പറഞ്ഞ ഈ യുഗത്തില് നമ്മൾ ഇപ്പൊ മനുഷ്യമായിട്ട് കിട്ടി ആ ഒരു ഷോർട്ട് പീരീഡ് ഉള്ളു നോക്കി. ഈ പീരീഡിൽ നമ്മളിത് കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ കാര്യം തീർന്നു, അല്ലെ? അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് സീരിയസ് ആയിട്ട് എടുക്കുക, ഈ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. എന്തായാലും സ്റ്റോപ്പ് ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു പ്രഭു, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. ഈ മനുഷ്യനായി ജനിച്ചതിന്റെ മെയിൻ ധർമ്മം നമ്മളുടെ ഭഗവാൻ കൃഷ്ണനാണ് ഏറ്റവും സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. അത് മനസ്സിലാക്കുന്നതാണ്. അതെ അതെ അതെ, ഒരു പരിധി വരെ, അത് പരിധിയല്ല, അതാണ് ടോപ്പ് മോസ്റ്റ് അറിവ്. ആ അറിവ് ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മറ്റ് ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ വളഞ്ഞിരിക്കുകയും ട്രെയിനിൽ കയറിയ പോലെയാണ്. കാരണം ഇത് നടന്ന കാര്യമാണ്. ഈ ട്രെയിനിന്റെ കഥ ഞാൻ പറഞ്ഞത് എന്റെ കൺമുമ്പിൽ നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. 2 ട്രെയിൻ ഒരുമിച്ചിട്ടിരിക്കുന്നു. ഒരു ട്രെയിൻ അങ്ങോട്ടും പോകേണ്ടതാണ്, ഇങ്ങോട്ടും പോകേണ്ടതാണ്. അനൗൺസ്മെന്റ് വന്നു, ഗുരുവായൂർക്കുള്ള ട്രെയിൻ ഇത്രാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ 2 സ്ത്രീകള് നേരെ വന്ന് ഈ ട്രെയിനിൽ കയറി, ആ പ്ലാറ്റ്ഫോമിലുള്ള ആ ട്രെയിനിൽ കയറി. പക്ഷെ ആക്ച്വലി ഇത് മുട്ടിക്കിടക്കാണ്, അങ്ങോട്ട് പോകേണ്ടതുണ്ട്, ഇങ്ങോട്ട് പോകേണ്ടതുണ്ട്. ഇവര് ആലപ്പുഴ എത്തിയിട്ടാണ് ഇവർ ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു സ്പിരിഡ് എറണാകുളം ടു ചേർത്തല, ആ ഒരു പിരീഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമ്മള് യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തി നമ്മൾ ചോദിച്ചില്ല എങ്കിൽ ഈ 2 സ്ത്രീകൾക്ക് സംഭവിച്ച പോലെ അവർക്ക് സംഭവിക്കും. മെറ്റീരിയലിസ്റ്റിക് ലൈഫിലുള്ള ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞാലും അത് പണയുന്ന മനസ്സിലായില്ല. അത് അവരുടെ പൂർവ്വജന്മ അതനുസരിച്ചിട്ട് ഭഗവാൻ കണക്ട് ചെയ്തോളൂ. അവർക്ക് അപ്പോഴെങ്കിലും ഭഗവാൻ അവിടെ ഇൻഫർമേഷൻ കൊടുത്തു. ചോദിക്കും പറഞ്ഞപ്പോൾ ആലപ്പുഴ ചേർത്തല ഇതിപ്പോ ചോദിച്ചു, അല്ലെ? അതെല്ലാം ഭഗവാന്റെ ഡയറക്ഷനാണ് തോന്നുന്നത്. നമ്മളിതിനകത്തൊന്നും നമ്മളൊരു ചട്ടങ്ങൾ മാത്രം. ഭഗവാൻ പറയുന്ന അവിടെ എടുക്കും പറയുമ്പോൾ അവിടെ എടുക്കും. ഇപ്പൊ തോരൻ രാവിലെ ഇപ്പൊ തോരൻ എടുക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ ആ ചട്ടുകമാണ് നമ്മൾ.
നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അവര് പോയിട്ട് പ്രാക്ടീസ് ചെയ്യണം. വീട്ടിൽ പോയിട്ട് ഇത് ശരിയാണോ, ഞാൻ പറഞ്ഞ കാര്യം ശരിയാണോ, ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം വന്നിട്ട് എന്താ പ്രഭു ഞങ്ങളെ പറ്റിക്കുകയാണോ, നമ്മളെ പറയാൻ ചോദിക്കാൻ പാടില്ലേ. അതിനാണ് ഞാൻ റെഫറൻസ് പറയുന്നത്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ റെഫറൻസിലൂടെ മാത്രമാണ് ക്ലാസ് എടുക്കണം. ഇതിനകത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ തന്നെ ഗൂഗിളിൽ എടുത്ത് നോക്കിയാൽ അറിയാം, നാളെ ക്യാൻഡ് 31 തീയതി 14 പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞാണോ ചോദിക്കുന്നത് ഇപ്പൊ തന്നെ ചോദിക്കാറ്. അപ്പൊ അതാണ് നമ്മൾ സാധു, ഒരു സാധു ശാസ്ത്രം, ഈ 3 കാര്യങ്ങളെ അടിയൊളിച്ച് മുന്നോട്ട് പോയാൽ രക്ഷപ്പെടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രക്രിയയെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തിയറിറ്റിക്കലായിട്ട് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവുമെങ്കിലും ഇത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ വരാനായിട്ട് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നു. അത് ഉൾക്കൊള്ളാൻ സാധിക്കാഞ്ഞിട്ടാണോ? അതായത് അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, സുസുഖം സ്വരം. ഇത് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. സുസുഖം എന്നുള്ള ശ്ലോകം ഉണ്ട്, നമ്പർ ഞാൻ പറഞ്ഞുതരാം. നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നമ്മളാണ് അതിനെ കോംപ്ലിക്കേഷൻ ആക്കുന്നത്. നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, പക്ഷെ വേറൊരാളെ പറഞ്ഞു മനസ്സിലാക്കുക